ആടുജീവിതത്തിന് ഇത്രയധികം അവാർഡുകൾ കിട്ടിയതിൽ സന്തോഷമുണ്ടെന്ന് നോവലിസ്റ്റ് ബെന്യാമിൻ. 9 പുരസ്കാരങ്ങളാണ് ഏറ്റുവാങ്ങുമ്പോൾ നിശ്ചയമായിട്ടും ഹൃദയം നിറഞ്ഞ കവിയാണ്. കാരണം ബ്ലസി എന്ന സംവിധായകൻ ആ സിനിമയ്ക്ക് പിന്നാലെ നടന്ന അലഞ്ഞ വർഷങ്ങളോരോന്നും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്. നീണ്ട 16 വർഷക്കാലമാണ് അദ്ദേഹം ആ സിനിമയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചത്. അതിന് ജനങ്ങൾ തിയേറ്ററിൽ അംഗീകാരം നൽകി, വലിയ സ്വീകാര്യത ലഭിച്ചു. തുടർന്ന് ഇപ്പോൾ ജൂറിയും അത്തരത്തിൽ അതിനെ അംഗീകരിച്ചിരിക്കുന്നു എന്ന് കേൾക്കുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. സിനിമാ പ്രവർത്തകരുടെ, സിനിമയിലെ മുഴുവൻ അഭിനേതാക്കളുടെ, ക്രൂകളുടെ ഒക്കെ ആഹ്ലാദത്തിനൊപ്പം ഞാനും പങ്കുചേരുകയാണ്. ഈ അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷം പൃഥ്വിരാജ് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇത്തരത്തിലുള്ള കഥാപാത്രത്തിൽ കയറുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്, പക്ഷെ അതിന് ഒരുപാട് സഹായിച്ചത് ബ്ലസിയും അതുപോലെ തന്നെ സാറുമാണ് എന്നുള്ള കാര്യമാണ്. അതായത് താങ്കൾ എപ്പോഴും ഈ ലൊക്കേഷനൊപ്പം തന്നെ നിൽക്കുകയും ഒക്കെ എല്ലാം ഉപദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ പ്രതീക്ഷിച്ചിരുന്നു? അല്ല, ഇങ്ങനെ ഒരു പ്രതീക്ഷയോടുകൂടിയൊന്നും അല്ല. അപ്പോൾ നമ്മൾ ആ സിനിമ ചിത്രീകരിച്ച് പൂർത്തിയാക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ കഠിനാംശങ്ങളെ അതിജീവിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ അപ്പോഴത്തെ ടാസ്ക് എന്ന് പറയുന്നത്. പക്ഷേ ഒരു വലിയ കൂട്ടായ്മയുടെ ചിത്രീകരണമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. കാരണം ബ്ലസി സാർ അത്തരത്തിലാണ് അതിനെ സമീപിച്ചിട്ടുള്ളത്. ഓരോ നിമിഷവും പരസ്പരം അഭിപ്രായങ്ങൾ ചോദിച്ചും ആരാഞ്ഞും പറഞ്ഞും പരസ്പരം പങ്കുവച്ചും ഒക്കെയാണ് അത് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഒരു ഫലമുണ്ടായി എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി നിൽക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം എനിക്കും ഉണ്ട്. ഈ പലപ്പോഴും നോവലുകളൊക്കെ സിനിമയായിട്ടുണ്ട്, മറ്റൊരാൾ സംവിധാനം ചെയ്യുമ്പോൾ. പക്ഷേ ഇവിടെ അങ്ങയുടെ സിനിമയുടെ വലിയ ഭാഗമായിട്ട് നടൻ പൃഥ്വിരാജ് സൂചിപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെയാണ് തിരുവല്ലയിൽ വെച്ച് ആദ്യമേ ഞങ്ങൾ ഒരുമിച്ച് വേദിയിലെത്തിയപ്പോൾ അതൊരു പ്രത്യേകത കൂടിയല്ലേ, നമ്മളോട് ഈ സിനിമയുടെ വലിയൊരു ഭാഗമായി മാറി ഒപ്പം പ്രവർത്തിച്ചു. അതെ, തീർച്ചയായിട്ടും. സാധാരണ കഥകൾ കൊടുത്ത് എഴുത്തുകാരൻ മാറി നിൽക്കുകയാണ്, അല്ലെങ്കിൽ എഴുത്തുകാരനെ മാറ്റി നിർത്തുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ആടുജീവിതത്തിൻ്റെ കേസിൽ സമ്പൂർണ്ണമായും ആ ഷൂട്ടിങ്ങിനോടൊപ്പം ഉണ്ടാവുകയും തിരക്കഥാ ചർച്ചയുടെ ഭാഗമാവുകയും നിരന്തരം കൊടുക്കുവാങ്ങലുകൾ ഉണ്ടാവുകയും ലൊക്കേഷനിൽ നിരന്തരം ഇടപെട്ട് പ്രവർത്തിക്കുകയും പൃഥ്വിരാജിനെ പോലെയുള്ള ഒരു വലിയ നടൻ പോലും അഭിപ്രായങ്ങൾ നമ്മളോട് വന്ന് ചോദിക്കാനുള്ള ഒരു വലിയ വിശാല മനസ്കത ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ക്രൂവിലുണ്ടായിരുന്ന